ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. സങ്കീർത്തനങ്ങൾ 1, 2, 3 വാക്യങ്ങൾ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവ വചനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യഹോവയുടെ ന്യായപ്രമാണം രാപകൽ ധ്യാനിക്കുന്നവൻ അനുഗ്രഹീതനാണ് എന്നുള്ളത്. വചനം പഠിക്കുക, ധ്യാനിക്കുക, വചനസത്യങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ നവീകരിക്കുക എന്നുള്ളതാണ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ വചനം അത് ജീവനുള്ള, ജീവിപ്പിക്കുന്ന വചനമാകുന്നു. അത് സൗഖ്യം നൽകുന്നതാകുന്നു, അത് രക്ഷിക്കുന്നതാകുന്നു, അത് വിമോചിപ്പിക്കുന്നതാകുന്നു. അതുകൊണ്ട് ആ വചനത്തിൻ്റെ സത്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാകുന്നു അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്നുള്ളതാണ്. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്നുള്ളതാണ്. ഓർക്കുക, ദൈവവചനം ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തിന്മയുടെ ശക്തിയിൽ നിന്നും അതിജീവിച്ച് മുന്നേറുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞു നിന്ന് ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് വചനം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ്. വചനം നമ്മുടെ ജീവിതത്തിന് സൗഖ്യം നൽകുന്ന ആകുന്നു എന്നുള്ളതാണ്. നമ്മൾ കേൾക്കുകയും കാണുകയും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ അനുഗ്രഹത്തിനും നന്മയ്ക്കും മുഖാന്തരമായി തീരണം. അങ്ങനെ അനുഗ്രഹത്തിനും നന്മയ്ക്കും മുഖാന്തരമായി തീരുവാൻ വേണ്ടിയാണ് നമ്മൾ വചനം പഠിക്കുന്നതും കേൾക്കുന്നതും ധ്യാനിക്കുന്നതും വിശ്വസിക്കുന്നതും എല്ലാം. 1-ാം സങ്കീർത്തനത്തിൽ അതാണ് പറയുന്നത്. നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവമേ, എന്നെ ഒരു നല്ല വിശ്വാസിയായി എന്നെ എടുത്തുപയോഗിക്കണമേ എന്ന് അപേക്ഷിക്കാം. വചനം എൻ്റെ ഉള്ളിൽ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് അതിൽ നിറഞ്ഞു ജീവിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവം, കൃപയുള്ള ദൈവം, മനസ്സലിവുള്ള ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായും സമർപ്പിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയപിതാവേ, അനുഗ്രഹീതമായ ഈ ദിവസത്തിൻ്റെ നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗീയപിതാവേ, വചനം കേട്ട മക്കളെയെല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വചനം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണല്ലോ, സൗഖ്യമാക്കുന്നതാണല്ലോ, രക്ഷിക്കുന്നതാണല്ലോ, വിമോചിപ്പിക്കുന്നതാണല്ലോ കർത്താവേ. ഈ വചനം കേട്ട എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ കൂടെയിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് സൗഖ്യം കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. കടഭാരത്താൽ വിഷമത അനുഭവിക്കുന്നവർക്ക് അത് വീട്ടുവാനുള്ള മാർഗം കാണിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഭവനമില്ലാതെ വിഷമിക്കുന്നവർക്ക് ഭവനം നൽകി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിദ്യാഭ്യാസത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമീൻ. കർത്താവായ ശംശകാരുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റുഹായുടെ സംബന്ധ സുവാസം വാഴ്വുകളും നാം എല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.